നെതന്യാഹു ഒരിക്കലും അത്തരമൊരു ആക്രമണമാണ് ഇതിനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതിനുള്ള പ്രതികാരമായിട്ടാണ് എന്ന് ഒരിക്കലും പറയുന്നില്ല. അത് മൂടിവെക്കാനാണ് പലപ്പോഴും നെതന്യാഹു ശ്രമിക്കുന്നത്. കാരണം ഈ യുദ്ധത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഇസ്രായേലിനുള്ളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളെ മറച്ചുവെക്കാനാണ് പലപ്പോഴും നെതന്യാഹു ശ്രമിക്കാറുള്ളത്. നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് ബന്ദികളുടെ ബന്ധുക്കൾ ഇപ്പോഴും പലയിടങ്ങളിലും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വലിയ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആക്രമണ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പല ഇസ്രായേലി നഗരങ്ങളിലും ആളുകളെത്തി. ഇപ്പോൾ ഹാരറ്റ്സ് വായിക്കുകയായിരുന്നു ഞാൻ. ഹാരറ്റ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബന്ദിയുടെ അമ്മ വന്ന് പറയുകയാണ്, ഇപ്പോൾ നെതന്യാഹു ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണം അത് എൻ്റെ മകൻ്റെ തലക്ക് മുകളിലാണ് നെതന്യാഹു ബോംബിട്ടത് എന്ന് പറയുകയാണ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി ബന്ദികളുടെ ബന്ധുക്കളും ലക്ഷക്കണക്കിന് വരുന്ന പ്രക്ഷോഭകരും നെതന്യാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, തങ്ങൾക്കൊരിക്കലും ഒരാക്രമണത്തിലൂടെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിലൂടെ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം തിരിച്ചു വന്ന ബന്ദികൾ എല്ലാവരും ജീവനോടുകൂടി തിരിച്ചു വന്ന എല്ലാ ബന്ദികളും അത് ഹമാസ് അവരുടെ ഇഷ്ടപ്രകാരം വിട്ടയച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഹമാസുമായി ഒരു സന്ധി സംഭാഷണത്തിലൂടെ അല്ലാതെ ഒരു കരാറിലൂടെ അല്ലാതെ ഞങ്ങളുടെ മക്കളെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ എത്തിക്കാൻ സാധിക്കില്ല. അതിന് നെതന്യാഹുവിൻ്റെ ഒരു ഓപ്പറേഷനും സാധ്യമല്ല. 21 മാസക്കാലങ്ങളിൽ പരാജയപ്പെട്ടുള്ള ഒരു ഓപ്പറേഷൻ അത് ഇനിയും തുടരരുത് എന്നാണ് എല്ലാ ബന്ദികളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന പ്രക്ഷോഭകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെതന്യാഹു ഉറപ്പിച്ചിരിക്കുന്നു ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. കാരണം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അത് നെതന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം ശിക്ഷകൾ അടക്കമുള്ള കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി വെച്ചുകൊണ്ടാണ് നെതന്യാഹു ഇത്രയും കാലം പിടിച്ചു നിന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ളിലുള്ള ജനതയ്ക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇസ്രായേലി സൈനിക മേധാവികൾക്കും അതറിയാം. പലപ്പോഴും യുദ്ധ ക്യാബിനറ്റുകൾ പല സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. 2 ആഴ്ച മുമ്പ് ഗസ സിറ്റി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ മീറ്റിംഗിലും നമ്മൾ കണ്ടത് IDF-ന്റെ മേധാവി ഇയാൽ സമീറും നെതന്യാഹുവും തമ്മിൽ കൊമ്പുകോർക്കുന്നതാണ്. അവർ പറയുന്നത് യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഗസ സിറ്റി പിടിക്കുക എന്ന് പറയുന്നത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല. മറിച്ച് അവിടെ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടും. നിലവിൽ തന്നെ ഈ 22 മാസത്തിനുള്ളിൽ 900-ലധികം വരുന്ന ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. 10,000-ഓളം വരുന്ന ആളുകൾ അംഗവിച്ഛേദം ചെയ്യപ്പെട്ടുകൊണ്ട് കാലോ കയ്യോ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർമാരും അതേപോലെ തന്നെ ഇൻ്റലിജൻസ് വിദഗ്ധരുമാണ്. പക്ഷേ അതിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനിത് തീർത്തു തരാം, ഗസ സിറ്റി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, അവിടെയുള്ള മുഴുവൻ ആളുകളെയും ആട്ടിയൊടുക്കുക, ആ മേഖലകൾ പിടിച്ചെടുക്കുക, അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ മുഴുവൻ മേധാവികളെയും കൊല ചെയ്യുക, ഇതെല്ലാമാണ് ഇപ്പോൾ നെതന്യാഹു അവരുടെ സൈനിക വിഭാഗത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഇന്നത്തെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ട ചിത്രം ഹിയറിംഗ് കഴിഞ്ഞ് നെതന്യാഹു പുറത്തു വരുന്നതാണ്. അതായത് അഴിമതി കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട നെതന്യാഹുവിൻ്റെ ചിത്രം പുറത്തു വരുന്നതിന് പകരമായി ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഓഫീസ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് നെതന്യാഹുവും അതേപോലെ തന്നെ IDF-ന്റെ മേധാവിയും അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് മേധാവിയും എല്ലാവരും ഇരുന്നുകൊണ്ട് അവരുടെ വാർ റൂമിൽ ഇരുന്നുകൊണ്ട് ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ബോധപൂർവം ഇന്ന് നെതന്യാഹു പുറത്തുവിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നെതന്യാഹുവിൻ്റെ സുരക്ഷിതമായിട്ടുള്ള പൊളിറ്റിക്കൽ കരിയർ അതോടൊപ്പം തന്നെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ യുദ്ധം നേരത്തെ PJ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഒരൊറ്റ സമ്മർദ്ദത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണകൂടം എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തെ ഒപ്പം നിർത്താൻ സയനിസ്റ്റുകൾക്ക് എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട്, അതിപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. താൻ അധികാരത്തിലേറിയാൽ 100 ദിവസം കൊണ്ട് പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിച്ച് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരും എന്ന് പറഞ്ഞ നെതന്യാഹുവിൻ്റെ പലതരത്തിലുള്ള വാക്കുകൾ മാറേണ്ടി വന്നത് നെതന്യാഹു മാത്രമല്ല, സയനിസ്റ്റ് ലോബി പൂർണ്ണമായും നെതന്യാഹുവിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലോബിയിങ് നടത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഡ്രാഫ്റ്റ് മുന്നിൽ വെക്കുമ്പോഴും അപ്പോഴും ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആക്രമണം നടത്തുന്നത് അത് നെതന്യാഹു ആണ്. അതിന് ഞങ്ങൾ മാത്രമായിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പരസ്യമായി തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ആരുടെയും പിന്തുണയുണ്ടായിരുന്നില്ല, സ്വതന്ത്രമായി ഇസ്രായേൽ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത ആക്രമണമായിരുന്നു എന്ന് ഇപ്പോൾ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ഇനിയും തുടരും. കാരണം ആരെങ്കിലും ഇതിൻ്റെ കൈക്ക് പിടിക്കാൻ, ഈ ഒരു അധിനിവേശത്തെയും ഈ ഒരു വംശഹത്യയെയും പിടിക്കാനുള്ള
സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം യുദ്ധവുമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനുള്ളിലുള്ള വലിയൊരു ജനത അവർ സ്വാഭാവികമായും ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അതൊരു ആഭ്യന്തര കലാപമായി വരും എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിൽ തന്നെയുള്ള സയനിസ്റ്റ് തിങ്ക് ടാങ്കുകൾ തന്നെ പറയുന്നത് ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇസ്രായേലിനുള്ളിൽ നിന്ന് ഒരു ആഭ്യന്തര യുദ്ധമായി തന്നെ ഇത് വരും എന്നുള്ളതാണ്. അത് എത്രത്തോളം അതിന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നു ഒരു വെടിനിർത്തലിലേക്കാണ് പോകേണ്ടത് എന്ന്. അമേരിക്കയിലുള്ള ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നു ഒരു വെടിനിർത്തലാണ് ഇതിനുള്ള സമാധാനത്തിനുള്ള വഴി എന്നുള്ളത്. അതേപോലെ തന്നെ ഇസ്രായേലിനുള്ളിൽ തന്നെയുള്ള ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വെടിനിർത്തലിലേക്ക്, താൽക്കാലിക വെടിനിർത്തലിലേക്കെങ്കിലും പോകണമെന്നുള്ളതാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഗസയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരുന്ന ശുഭകരമായിട്ടുള്ള ചില പ്രതീക്ഷകളായിരുന്നു. ഗസയിലുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഇന്നത്തെ രാത്രിയോട് കൂടി നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും, അത് വെടിനിർത്തലിലേക്ക് പോകും. അതേപോലെ തന്നെ കഴിഞ്ഞ 3 മാസക്കാലമായി പട്ടിണിയിൽ കിടന്നുകൊണ്ടിരിക്കുന്ന തങ്ങൾക്ക് ഭക്ഷണം എത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിലാണ് ഇനി ഒരിക്കലും സമാധാനത്തിനുള്ള വഴി ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ഒരു വെടിനിർത്തൽ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറും എന്നായിരിക്കുമോ ഇനി 11 മണിക്ക് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഖത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ള അത്രയും ഒരു ഗതികെട്ട നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. ശരി, വിദേശകാര്യ നിരീക്ഷകൻ ആഷിഖ് സി കെയും ഇപ്പോൾ തത്സമയം ചേരുന്നു. ശ്രീ ആഷിഖ് സി കെ, ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്തുകൊണ്ടാകാം? ഇത് ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതികരണം എന്താ?